അപ്പോൾ സുഹൃത്തുക്കളെ, യുദ്ധഭീതിയിലാണ് പശ്ചിമേഷ്യ. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം കൂടുതൽ ശക്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുവൈത്തിൽ ഇന്ന് ഇറാൻ്റെ ഒരു ആക്രമണം നടന്നു. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രാവിലെ നടന്ന ഇറാൻ്റെ ആക്രമണത്തിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് അടച്ച കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം തുറക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ 63 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരിൽ ഇന്ത്യക്കാരും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെയൊക്കെ യഥാർത്ഥ റിപ്പോർട്ടുകൾ കുറച്ച് കഴിഞ്ഞേ നമ്മൾ അറിയുകയുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇറാന്റെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രാവിലെ നടന്ന ഇറാനിയൻ ആക്രമണത്തിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തെ തുടർന്ന് അടച്ച കുവൈത്ത് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കുവൈത്ത് എയർവൈസിന്റെ സർവീസുകൾ വീണ്ടും പുനരാരംഭിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റി അറിയിച്ചു. പാസഞ്ചർ ടെർമിനൽ 4 വഴിയായിരിക്കും നിലവിൽ കുവൈത്ത് എയർവൈസിന്റെ എല്ലാ വിമാന സർവീസുകളും നടത്തുക. MCA നാസർ ഒപ്പം സലീം കോട്ടയിൽ എന്നിവർ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം MCA വീണ്ടും ഇത്തരത്തിൽ അവിടെ ആക്രമണം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് ഒരുങ്ങിയത്? അതോടൊപ്പം തന്നെ ഏതൊക്കെ തരത്തിലാണ് ഇന്ന് ഇറാന്റെ ഭാഗത്തുനിന്ന് അവിടെ ആക്രമണം ഉണ്ടായത്? MCA ഒരുപക്ഷെ യുദ്ധത്തിന്റെ ഒരു അവസ്ഥയിൽ പോലും ഇത്രയും വ്യാപ്തിയുള്ള ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടില്ല. കാരണം കുവൈത്തിനെ പോലുള്ള ഒരു സിവിലിയൻ വ്യോമ കേന്ദ്രത്തിന് നേരെ, വിമാനത്താവളത്തിന് നേരെ ആക്രമണം നടന്നു. അതിൽ ഒരാൾ കൊല്ലപ്പെടുന്നു. 63 പേർക്ക് പരിക്കേറ്റു എന്നാണ് ഏറ്റവും അവസാനം ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഔദ്യോഗികമായി തന്നെ കുവൈത്ത് സ്ഥിരീകരിക്കുന്ന പ്രകാരം 63 പേർക്കാണ് പരിക്കേറ്റത്. സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർ അതിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഏതൊക്കെ രാജ്യക്കാരാണ് പരിക്കേറ്റവരിലും കൊല്ലപ്പെട്ടവരിലും ഉള്ളത് എന്ന കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം വരാനിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് അമേരിക്കയുടെ 5ാം കപ്പൽപ്പട സ്ഥിതി ചെയ്യുന്ന ബഹ്റൈനിലെ മനാമ ജുബൈറിലുള്ള കേന്ദ്രത്തിന് നേർക്കും ആക്രമണം നടന്നിരിക്കുന്നത്. ഈ 2 ആക്രമണങ്ങളും അമേരിക്കയ്ക്കുള്ള ഒരു താക്കീതാണെന്നാണ് അല്പം മുമ്പ് IRGC പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. കാരണം തങ്ങളുടെ പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ട് കിഷൻ ദ്വീപിന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണം, അതോടൊപ്പം തന്നെ ഒരു എണ്ണക്കപ്പലിന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണം, ഈ 2 ആക്രമണങ്ങളും തങ്ങളുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരിച്ചടി. ഈ തിരിച്ചടിയിൽ നിന്ന് അമേരിക്ക പാഠം പഠിക്കുന്നില്ല എങ്കിൽ കൂടുതൽ മാരകമായിട്ടുള്ള ആക്രമണ പ്രശ്നത്തിലേക്ക് തങ്ങൾക്ക് തിരിയേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടി IRGC നൽകുന്നുണ്ട്. കാരണം ചർച്ചകൾ പല ഭാഗങ്ങളിൽ നടക്കുന്നു. പക്ഷേ ഈ ചർച്ചകളൊന്നും തന്നെ കൃത്യമായിട്ടുള്ള ഒരു ദിശയിലേക്ക് എത്തിയിട്ടില്ല. അല്പം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. അദ്ദേഹം അറിയിക്കുന്നത് കരസേനയെ ഈ മേഖലയിലേക്ക് നിയോഗിക്കാൻ തൽക്കാലം താൻ ഉദ്ദേശിച്ചിട്ടില്ല. ചർച്ചയിലൂടെ തന്നെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കുന്നുണ്ട്. എന്തായാലും ചർച്ചകൾ തുടരുന്നുണ്ട്. ഇറാനിൽ ചർച്ചയ്ക്ക് വേണ്ടി നേതൃത്വം വഹിക്കുന്ന വ്യക്തിയെ നേരിൽ തന്നെ കാണാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള പ്രതികരണങ്ങളാണ് വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്ന് ചർച്ചയുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം ലബനാനിൽ ഈ സ്വഭാവത്തിൽ ആക്രമണം നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ തുടരുകയാണെങ്കിൽ തങ്ങൾ ചർച്ച പൂർണ്ണമായിട്ടും ബഹിഷ്കരിക്കും, അത്തരം ചർച്ചകൾ കൊണ്ട് പ്രസക്തിയില്ല എന്നൊരു നിലപാടിലേക്ക് ഇറാൻ എത്തിച്ചേർന്നിരുന്നു. അതിന് പിന്നാലെ ഏതെങ്കിലും അർത്ഥത്തിൽ ആശയവിനിമയം അമേരിക്കയുമായി മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തത വരുത്തേണ്ടത് ഇറാനാണ്. ട്രംപ് പറയുന്നത് ചർച്ചകൾ തുടരുന്നുണ്ടെന്നാണ്. പക്ഷേ ഇറാൻ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെ ചർച്ചകൾ തുടരാതിരിക്കുകയും മേഖലയിലേക്ക് സംഘർഷം പടരുകയും ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ അധിവസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു പ്രതിസന്ധി തീർക്കാനുള്ള നീക്കങ്ങൾ വേണമെന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളൊക്കെയും അമേരിക്കയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മൂർത്തമായിട്ടുള്ള ഒരു നടപടി അമേരിക്കൻ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടായിട്ടുമില്ല. അതാണ് ആഴ്ചകൾ ഒരു പക്ഷേ ശാന്തമായിരുന്നു എന്ന് പറയാം. പക്ഷെ ആഴ്ചകൾക്ക് ശേഷം ഇതാ വീണ്ടും അശാന്തിയുടെ നാളുകൾ എത്തുന്നു എന്നുള്ളതാണ്. അവിടെ കുവൈത്തിൽ വലിയ തോതിലുള്ള ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് അറിയിക്കുക. താങ്ക് യു.